അപ്പം നമുക്കിന്നൊരു പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. ഞാൻ ഇന്ന് എവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് ന്യൂ ഇയർ അല്ലേ, ഇന്ന് 31 ലാസ്റ്റ്. അപ്പോൾ ഇന്ന് രാത്രി 12 മണിക്ക് ന്യൂ ഇയർ ആഘോഷിക്കും. ഇന്ന് രാത്രി 12 മണിക്ക് നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കും. അപ്പോൾ അതും എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുർജ് ഖലീഫയുടെ അവിടെ പോയിട്ട് ആഘോഷിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ നേരെ ഇപ്പോൾ ഷാർജയ്ക്ക് വന്നു. മെട്രോയും ബസ്സുമാണ് ഏറ്റവും ബെറ്റർ ഈ സമയത്ത്. ഇവിടെ 4 മണിയൊക്കെ ആകുമ്പോൾ റോഡ് ക്ലോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ മെട്രോയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് മെട്രോയ്ക്ക് പോവാം, എന്നിട്ട് ബുർജ് ഖലീഫയുടെ അവിടെ പോവുക, എന്നിട്ട് രാത്രി ഫയർ വർക്ക് കാണുക. ഇതാണ് എൻ്റെ ആഗ്രഹം. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അതേപോലെ തന്നെ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. ഒരു അവിടേക്ക് പോകണമെന്ന് കണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. റോളയിൽ പോകണമുണ്ട്, പിന്നെ എല്ലായിടത്തും പോകണമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ദുബായിക്ക് പോകാനുള്ള ഏതെങ്കിലും മെട്രോ സ്റ്റേഷനിൽ പോവുക, അവിടെ നിന്ന് നേരെ മെട്രോ മേടിക്കുക. മെട്രോ സ്റ്റേഷനിൽ പോകണമെങ്കിൽ നമ്മൾ എവിടെ പോവാം? മല്ലിഹാ റോഡ് എവിടെ പോവും? എവിടെ പോയാൽ മെട്രോ കിട്ടും? ദുബായ് മെട്രോ നോക്കാം. ഇതിപ്പം ഷാർജയിലെ ബസ്സാണ് കൊടുത്തിട്ടുള്ളത്. ദുബായ് ബസ് വരും, അതിൽ കയറുക, യൂണിയനിൽ ഇറങ്ങാൻ, യൂണിയനിൽ നേരെ മെട്രോ പിടിക്കുക, പോവുക. അതിന് മുന്നേ നമുക്ക് എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കാം. വിശക്കുന്നുണ്ട്. നോൾ കാർഡിൽ പൈസ ഇല്ല ഗൈസ്, അങ്ങനെ പിന്നെ നമുക്ക് ദുബായ് ബസ്സിൽ കയറാൻ പറ്റില്ല. നോൾ കാർഡ് എന്താണെന്നറിയാം, ഇതിനകത്ത് പൈസ കുറവ്. അപ്പം നമുക്ക് യൂണിയനിൽ പോയി കഴിഞ്ഞാൽ മെട്രോ യൂണിയൻ വരെ പോകാനുള്ള പൈസ അതിനകത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ വേറൊരു ബസ് വന്നു, അത് കരാമയ്ക്ക് പോകും. നമുക്ക് നേരെ കരാമയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് ADCB മെട്രോ സ്റ്റേഷൻ പിടിച്ചിട്ട് ബുർജ് ഖലീഫയുടെ അവിടെ പോകും. ഗൈസ്, നമ്മൾ കരാമ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. ഇതാണ് കരാമ ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇനിയിപ്പോൾ സുബീഷ് ചേട്ടൻ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ സുബീഷ് ചേട്ടനെയും കൂട്ടി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകും. ആളെ ഞാൻ വിളിച്ചായിരുന്നു. ആളപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ ആളെയും കൂട്ടി നേരെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ദുബായ് ഫ്രെയിം എന്താ അവിടെ? അപ്പോൾ നമുക്ക് എന്തെങ്കിലും സുബീഷ് ചേട്ടൻ്റെ അടുത്ത് പോവാം. അപ്പോൾ സുബീഷ് ചേട്ടൻ ADCB മെട്രോ സ്റ്റേഷനിലാണ്. ഞാൻ ഇവിടെ കരാമ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സുബീഷ് ചേട്ടൻ നമ്മുടെ ADCBയുടെ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കുറച്ച് നടന്ന് നമ്മുടെ അന്ന് ഓണത്തിന് നമ്മൾ കഴിച്ചില്ലേ കീർത്തി റെസ്റ്റോറൻറ്റ്, അവിടെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്ന് 2 ഊണ് കഴിക്കാം നേരെ പോയിട്ട്. നല്ല വിശപ്പുണ്ട് സുഹൃത്തുക്കളെ. 2 മണിയായി. നമ്മൾ എത്ര മണിയായി? 2 മണി കഴിഞ്ഞ്. 2 മണി കഴിഞ്ഞ് ഇന്നത്തെ ന്യൂ ഇയർ നമുക്ക് പൊളിക്കാം. ചേട്ടൻ വെയിറ്റ് ചെയ്ത് പോസ്റ്റ് തീർന്നു. പക്ക പോസ്റ്റ് കേട്ടാ. വന്നിട്ട് നിൽക്കും. വിശന്ന് ഒരുപാട് വന്നല്ലേ അല്ലേ? അപ്പോൾ നമ്മൾ 2 മീൽസ് ഓർഡർ ചെയ്ത് ഇപ്പോൾ സുബീഷേട്ടൻ വന്നിരിപ്പുണ്ട്. കുറേ നാളത്തേക്ക് ശേഷം ഇത് നമ്മൾ ലാസ്റ്റ് ഒന്ന് കണ്ടേ മറ്റേ പാർട്ടിക്കല്ലേ? ക്യാമ്പിങ്ങിന് പോയി. ഇവിടെ വന്ന് തന്നെ കഴിച്ചു. നമുക്ക് എന്തായാലും പേരെന്താ? അയില, ചെമ്പല്ലി, കരിമീൻ, നമ്മൾ ഊണ് പറഞ്ഞിട്ടുണ്ട്. ഫുഡ് കിട്ടി വിശക്കണം. നമുക്കുള്ള കറി വന്നിട്ടുണ്ട് ഇലയിൽ. പിന്നെ അതിൻ്റെ അടിയിൽ ഇതുണ്ട് കേട്ടോ, പ്ലാസ്റ്റിക്. ഇത് സാമ്പാർ ഗൈസ്, നല്ല മീൻകറി, പായസം. പിന്നെ നമ്മുടെ സാധനം മോര്, പിന്നെ അതേപോലെ ചമ്മന്തി ഉണ്ട്. ഇത് തോരൻ, പയറ് കറി,
പിന്നെ അതാണ്ട് എൻ്റെ ഫേവറേറ്റ് സാധനം മുളക്, പിന്നെ മീൻ പൊരിച്ചത്, പപ്പടം, ചമ്മന്തി. ഓ മതി. ടേസ്റ്റ് ചെയ്ത് നോക്കാം ചമ്മന്തി. കൊള്ളാം. കരിമീനാണ് ലാസ്റ്റ് ഇട്ടാ നമ്മളെ കേരള ഫിഷ്. കരിമീൻ പയറേറി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. തോറിൻ്റെ കൂടെ തിൻ്റെ അടുത്ത് മറ്റേ അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അറിയുള്ളൂ. ഇതൊക്കെ ആയില്ല കുഴപ്പമില്ല. കൊള്ളാം. നമുക്ക് ചോറിട്ടിട്ടുണ്ട്. കൊള്ളാം കേട്ടോ കരിമീൻ, സൂപ്പർ. കരിമീനല്ല മസാല ടേസ്റ്റ്. മസാല ടേസ്റ്റ്. പരിപ്പാ മതി. കുറച്ച് വെച്ചാൽ ജസ്റ്റ് മതി. മീൻ പൊരിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മീൻകറി ഒരു രക്ഷയില്ല. മീൻകറി അടിപൊളി കേട്ടോ. ആദ്യം ഒഴിച്ച മീൻകറി. കരിമീനും അടിപൊളി കേട്ടോ. കരിമീൻ ഇഷ്ടം. സൂപ്പർ. ഇതാണ് ഇവിടുത്തെ ഫുഡ് മെനു. അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ കഴിച്ചിട്ടൊക്കെ വരാം. കുറച്ച് കടലപ്പായതും കുറച്ച് പപ്പടം കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടിക്കുക. അങ്ങനെ നമ്മൾ കേരളത്തിൽ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങി. ഞാനും സുബീഷ് ചേട്ടനും കൂടി 45 ദറാംസേ ആയുള്ളൂ സുഹൃത്തുക്കളെ. ഞാനൊരു കരിമീനും വാങ്ങിച്ച്, സുബീഷ് ചേട്ടൻ ഒരു അയലയും വാങ്ങിച്ചല്ലേ. അയലയും വാങ്ങിച്ച് നല്ല സുന്ദരമുണ്ട്. ഫുഡ് കഴിച്ചിട്ട് സുബീഷ് ചേട്ടൻ പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം 4 മണിയാകുമ്പോൾ മെട്രോ സ്റ്റോപ്പെല്ലാം ക്ലോസ് ചെയ്യുമെന്ന് സുബീഷ് ചേട്ടൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനിവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ബുർജ് ഖലീഫയുടെ അവിടെ പോകാൻ പറ്റില്ല. ഞാനൊരു കാര്യം ചെയ്തു. നേരെ ADCB മെട്രോ സ്റ്റേഷനിൽ കയറിയിട്ട് നേരെ നമുക്ക് ദുബായ് മാളിൽ പോവാം. ദുബായ് മാളിൽ പോയിട്ട് അവിടുന്ന് തൊട്ടടുത്താണ്, ദൂരമില്ല. അപ്പോൾ നമുക്ക് നേരെ ADCB മെട്രോ സ്റ്റേഷനിലേക്ക് പോകാം. നടന്ന് നമ്മുടെ ADCB മെട്രോ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഗൈസ്, ഇതാണ് മെട്രോയുടെ ലൊക്കേഷൻ. നമുക്ക് ഇവിടെ എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പോകണം. ബുർജ് ഖലീഫ ദുബായ് മാൾ 25 R25 സ്റ്റേഷനിൽ ഇറങ്ങണം നമ്മൾ. ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇവിടെ വരണം. ഇവിടെ നിന്ന് ഇവിടെ വരണം. പ്ലാറ്റ്ഫോം നമ്പർ 2 25 പ്ലാറ്റ്ഫോം നമ്പർ 2 നമുക്ക് പോവാം. പ്ലാറ്റ്ഫോം നമ്പറിൽ 2 എവിടെ ഇറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 ദുബായ് മാൾ ബുർജ് ഖലീഫ വന്നിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ആകും. ഇതിനകത്ത് കയറുക, നേരെ പോവുക. The final destination of this train is Expo 2020. The next station is
ദുബായ് മാൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ഇനി അങ്ങോട്ട് പോകണം. ഇവിടെ ഭയങ്കര തിരക്ക്. ഞാൻ അവർ സെപ്പറേറ്റ് ഈ പറഞ്ഞ കണക്ക് ഫാമിലീസിനെ ഇതിനകത്തൂടെയും ജെൻസിനെ ഇതിനകത്തൂടെയും കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിരക്ക് കൂടുന്നതിന് മുന്നേ ഇപ്പോൾ തന്നെ ഒരു 3:30 മണിയായി. അപ്പോഴത്തേക്ക് അവരെല്ലാം അറേഞ്ച് ചെയ്ത് തുടങ്ങി. ഭയങ്കര സെക്യൂരിറ്റി ഗാർഡ് ഒക്കെയാണ് കേട്ടോ. ഒരുപാട് പേരുണ്ട് ഇവിടെ. ഇങ്ങനെ കാണിച്ചു തരാം. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് നോക്കാം, നമുക്ക് കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് പോകാൻ പറ്റുമോ എന്തോ. അവർ വേറെ സ്ഥലത്തേക്കാണ് കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം പോകാൻ പറ്റുമോ ഇല്ലേ എന്ന് പറയുന്നത് അറിയാം. ഇവിടെ ലൈനൊക്കെ ഉണ്ട് കഴിച്ച് നോക്കി. നമ്മളെ പുറത്തിറക്കി വിട്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം പോകാൻ പറ്റുമോ ഇല്ലെന്ന്. അവരിറക്കി വിട്ടു. വേറെ സ്ഥലത്തോടെ അതിനകത്തോട് പോകാൻ പറ്റും കേട്ടോ. ആള് കൂടുതലായോണ്ടായിരിക്കും, അറിയില്ല. നമ്മളെന്തായാലും ഇറക്കി വിട്ടു. നോക്കാം. വേറൊരു അണ്ടർഗ്രൗണ്ടിൽ കൂടി നമ്മളെന്ത് താഴെ വന്നു. ഇനിയിപ്പോൾ താഴത്ത് കൂടി നടന്നങ്ങ് പോകണമെന്ന് തോന്നി. നോക്കാം. ഇതാണ് ബുർജ് ഖലീഫ. നിങ്ങൾ കണ്ടില്ലെന്ന് പറയണ്ട ഗായ്സ്. അതെന്താണെന്നറിയോ, അതൊരു ഓൺലൈൻ പാസ് ഉണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ മെട്രോയുടെ അകത്തോട്ട് ഡയറക്റ്റ് ദുബായ് മാളിനകത്ത് ബുർജ് ഖലീഫയുടെ തൊട്ടടുത്ത് എത്താൻ പറ്റും. ബട്ട് അതിപ്പം ന്യൂ ഇയർ ആയതുകൊണ്ട് അവർ പാസ് ഉണ്ടാക്കി. മനസ്സിലായില്ലേ? തിരക്ക് കൂടുതലായിരിക്കും. നമ്മൾ ആണ്ടെ കച്ചയിൽ കൂടെ നടന്നു പോകണണ്ട. എന്തൊരവസ്ഥടാ, ഇത്രയും ദൂരം വന്നത്. ചാരല്ല കിട്ടും എനിക്കൊരു പറയണത്. അതിലേ അലോഡല്ല. നേരെ പോയിട്ട് ലെഫ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ഫുള്ള് കെട്ടി അടച്ചിരിക്കുന്നുണ്ട റോഡിൽ കൂടി ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി. അതിനകത്ത് കയറണമെങ്കിൽ ഇനി പാസ് വേണം. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടി പാസ് എൻ്റെ ഇല്ലല്ലോ. പാസിന് ഇനിയിപ്പോൾ എന്ത് ചെയ്യാം? പാസ്സൊന്നും ഇല്ലെന്നോ. പക്ഷേ എൻ്റെ അടുത്ത് അവിടെ വെച്ച് പാസ്സൊന്നും ചോദിച്ചില്ല. അത്യാവശ്യം ഫാമിലി ആയിട്ടൊക്കെ പോണവരെ കയറ്റി വിടുന്നുണ്ടായിരുന്നു. പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കാനായിരിക്കും. നമുക്ക് നോക്കാം. അതാണ് മക്കളെ പറയണേ, പൈസ വേണം. പൈസ ഉള്ളവൻ അന്തസ്സായിട്ട് മണ്ണും പൊടിയും തെറ്റാതെ നടന്നു പോകുന്നുണ്ട്. നമ്മൾ നോക്കി പൈസ ഇല്ലാത്തവൻ അവൻ്റെ ഷൂസിൽ മണ്ണും പൊടിയും തട്ടി പോവും. അതാണ് വ്യത്യാസം. നമ്മൾ പൈസ കണ്ടായിരുന്നെങ്കിൽ നമ്മളെ കയറ്റി വിട്ടേനെ അമ്മമാരി. പൈസ ഇല്ല. മണി പോലും ആയില്ല, 4 മണി പോലും. അതിനിടയ്ക്ക് അവർ അടച്ച്. എത്ര പേര് എന്നെ കണക്ക് നടന്നു വരണം നോക്ക്. പിന്നെ ഞാൻ നടന്ന് വന്ന് പറഞ്ഞാൽ എന്നെ പോലെ പാവപ്പെട്ട 2 കൂട്ടുകാരൊക്കെ ഉണ്ട്. ബ്രദർ ഹായ്. അപ്പോൾ ഇവരെ കൂടെ ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ 2 പേരും കൂടി. ജെഫ്രി ആൻഡ് ടാസ. അവർ രണ്ടുപേരും ചൈനയിലുള്ളവരാണ്. അപ്പോൾ ഇവരെയും കൂട്ടി ഞാനിപ്പോൾ മൈ നെയിം സുബിൻ. അപ്പോൾ നമ്മൾ 3 പേരും കൂടി അങ്ങനെ പോവുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ് this is my YouTube channel. YouTuber, vlogger. No, vlogger. Yeah. അപ്പോൾ ഇവരെയും കൊണ്ട് നമുക്ക് പോവാം. മെട്രോയ്ക്ക് അകത്തോടി നമ്മളെ കയറ്റി വിടാത്തതുകൊണ്ടുള്ള ദുഃഖത്തിന് ഞാൻ നേരെ മാക്ഡോണൽസിൽ നിന്ന് വന്ന് ഒരു കോൾഡ് കോഫി ഓർഡർ ചെയ്ത്. ഓർഡർ ചെയ്തായി സ്പാനിഷ് ഓർഡർ ചെയ്ത് ഫുൾ ക്രീം മിൽക്ക്. ഓക്കെ, എത്രയാ 13 റംസായി. അപ്പോൾ അത് വാങ്ങിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. മനസ്സിനെങ്കിലും ഒരു സുഖം കിട്ടും. ഇത്രയും ദൂരം വന്നതല്ലേ. എന്നാൽ ഇമാതിരി ശരിയാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ 1 മണിക്ക് ഇറങ്ങിയത്. എന്നിട്ടും മെട്രോ അവർ ക്ലോസ് ചെയ്തു. അതിനകത്തൂടെ ആയിരുന്നെങ്കിൽ സുഖമായിരുന്നു. ഇപ്പോൾ നടന്ന് പിണ്ടായി. അപ്പോൾ മാക്ഡോണൽസിൽ വന്ന്
ആ കോഫിയും കുടിച്ചിട്ട് നമുക്ക് പോവാം. നമ്മൾ നേരെ ഒരു കോൾഡ് കോഫിയും വാങ്ങിച്ച് നേരെ ഇവിടെ നിന്ന് നേരെ പോവാം. ഇതും കുടിച്ചു നടക്കാം. പൊളിതാണ്, അടിപൊളി. 13 dirhams സെറ്റ്. എന്താ സുഖം, വിഷമമൊക്കെ മാറിയുണ്ട് മെട്രോ കയറ്റി വിടാത്ത. ചിത്രശലഭത്തിനെ കാണിച്ചു തരാം, കൊള്ളാമല്ലോ. രാത്രിയാകുമ്പോൾ ലൈറ്റ് എത്തുന്നു അങ്ങനെ കേട്ടോ. അത് കൊള്ളാം. പിന്നെ ഞാൻ അവിടെ നിന്ന് കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ കുറേ നടന്ന് ഏതൊക്കെ കയറ്റിക്കൂടെ കയറി അകത്തോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എവിടെ എത്തിയെന്ന് ഒരു പിടുത്തമില്ല. നമുക്ക് നോക്കാം. ദുബായിയുടെ സൗന്ദര്യം കണ്ടോ നിങ്ങൾ? ഓക്കെ, ഫുള്ള് ഗൈസ് ചെക്ക് ചെയ്താണ് വരുന്നത് അവർ. ബാഗ് ഫുള്ള് ചെക്ക് ചെയ്യും. ഗൈസ് നോക്കൂ നിങ്ങൾ ദുബായിയുടെ സൗന്ദര്യം. ഫുള്ള് സെറ്റപ്പാണ് കേട്ടാ. അവരെന്താണെന്നറിയോ, നേരത്തെ നമ്മുടെ മെട്രോയുടെ അകത്തുനിന്ന് താഴോട്ട് ഇറക്കിയിട്ടാ ഇവിടെ ഓരോ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാഗ് നമ്മുടെ കയ്യിൽ ഫുള്ള് സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ദുബായിയുടെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓ മൈ ഗോഡ്. ഓ മൈ ഗോഡ് ഗായ്സ്, നിങ്ങളിത് കാണുക സുഹൃത്തുക്കളെ. ദുബായിൻ്റെ നടുക്ക് കൂടി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് മനോഹരമായ ബിൽഡിങ്ങുകൾ അവിടെ കെട്ടിപ്പണത് വെച്ചിരിക്കുന്നു. ഓ നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. നാല് മണിയായപ്പോൾ റോഡെല്ലാം ക്ലോസ് ചെയ്ത് ഗൈസ്. മെസ്സേജ് വന്നു എനിക്ക്. പിന്നെ നമ്മൾ ഏകദേശം നടന്ന് നൂണിൻ്റെ അവിടെ എത്തി. നൂണിൻ്റെ തൊട്ടടുത്താണ് ബുർജ് ഖലീഫ. അങ്ങനെയാണ് എൻ്റെ ഉദ്ദേശം. ഭയങ്കര സേഫ്റ്റിയാണ് കേട്ടോ അവിടെ. മൊത്തം അടച്ച് ശരി ഭയങ്കര ഇതിലാണ് ചെയ്തിരിക്കുന്നത്. ഓ മൈ ഗോഡ്. നമ്മൾ വിചാരിക്കും കണക്കൊന്നുമല്ല. ഇവിടെ വരാൻ കുറച്ച് പാടാണ്. ഞാൻ എങ്ങനെ ഇതിനകത്ത് കയറി പറ്റി. നമ്മൾ ബുർജ് ഖലീഫയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇനി കറങ്ങി എങ്ങനെ അവിടെ എത്തുമെന്നൊരു പിടുത്തമില്ല. എങ്കിലും നമുക്ക് നോക്കാം. അവിടെ പാസ്സുണ്ട് സുഹൃത്തുക്കളെ, പാസ് വേണം. നമ്മുടെ കയ്യിൽ പാസ്സില്ല, അതാണ് സീൻ. പാസ്സിന് ഇനി എന്ത് ചെയ്യാൻ നോക്കാം. കയറ്റി വിടുമോ ഇല്ല. അടുത്തിരിക്കുകയാണ്. ഇങ്ങനെ നോക്കണം ഇപ്പോൾ. ഓ മൈ ഗോഡ്. ദുബായിലെത്തിയിരിക്കുകയാണ്. ദുബായിലെത്തിയിരിക്കുന്നു. കറങ്ങിപ്പിന്നെ നമ്മൾ ഇങ്ങനെ എത്തി കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മളതിനകത്ത് നിന്ന് കയറ്റി വിട്ടാൽ മതി. ഓ മൈ ഗോഡ്, എന്തൊരു സാധനം ഇവിടെ അകത്ത്. റോളക്സിൻ്റെ ഷോറൂം ഉണ്ടോ? ഇതൊക്കെ മീനുകളൊക്കെ ഉണ്ടോ? മീനുകൾ എന്ത് സാധനമാണ്. ഒറിജിനലാണ് കേട്ടോ.
ഒരു രക്ഷ. സോറി. Oh my god. അതിനകത്ത് ആളിറങ്ങണ ഗൈസ്. എൻ്റെ അമ്മ എന്തൊരു സാധനമാണ് അത്. Oh my god. എന്തുമാത്രം മീന, അതും ചില്ലറ മീനൊന്നുമല്ല. ഓ ഗായ്സ്, ദുബായ് മാളിൽ ഒടുക്കത്തെ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക്. എല്ലാ ബുർജ് ഖലീഫയിലോട്ട് പോണ എല്ലാ ഇതും അടച്ചവർ ക്ലോസ് ചെയ്ത്. ഞാൻ ഇതിനകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുറേ നേരത്തെ. ഇതിനകത്ത് ആളിറങ്ങിയതൊക്കെ മൈ ഗോഡ്. അത് ആൾക്കാരല്ല, സ്രാവൊക്കെ കണ്ട പൊളി തന്നെ ഗൈസ്. അതാണ് ദുബായ് അക്വേറിയത്തിന് ടിക്കറ്റൊക്കെ എടുക്കാൻ കഴിയുമ്പോൾ മേലെ പോയിട്ട് അതിനകത്ത് ഇറങ്ങാനൊക്കെ പറ്റും കേട്ടോ. ടിക്കറ്റ് ഉണ്ട്, നല്ല പൈസയാ. ഓ മൈ ഗോഡ്, ഒരു രക്ഷയില്ല ഗൈസ്. ഞാൻ പെട്ട് ഗൈസ്, ന്യൂ ഇയറിന് പെട്ട്. ബുർജ് ഖലീഫ ഒന്നും കാണാൻ പറ്റില്ല, റോഡിൽ പോയി ഇന്ന് കാണാനേ പറ്റുള്ളൂ. ഇതിനകത്ത് കയറാൻ പറ്റില്ല. 2000 ദർഹംസൊക്കെ ഉണ്ട്, ഒന്നും പറയണ്ട. തൽക്കാലം നമുക്ക് ദുബായ് മാള ഉണ്ട് ആസ്വദിക്കും. ഗൈസ്, നമ്മൾ ബുർജ് ഖലീഫയ്ക്ക് അങ്ങനെ ബൈ ബൈ പറഞ്ഞ് ഇവിടെ നിന്ന് പോവുകയാണ്. ഇവിടെ ഒരിടത്തും അലോടല്ല, നിൽക്കാനൊന്നും പറ്റില്ല. ഞാൻ അകത്തൊക്കെ കയറി, പിന്നെ അവിടെ നിൽക്കുന്നിട്ട് കാണാനൊന്നും പറ്റില്ല. പിന്നെ നമ്മൾ കയറിയിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി. പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല, ഫുള്ള് സെക്യൂരിറ്റികളാണ്. പിന്നെ ഭയങ്കര സേഫ്റ്റി റൂൾസാണ്, ടിക്കറ്റൊക്കെ വേണം. അതൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ പെട്ടെന്ന് ചാടി പിടിച്ച് ഇറങ്ങിയതാണ്. ഇതെല്ലാം നോക്കി വരേണ്ടതാണ്. നമ്മളെ മിഷൻ ഫെയിൽ ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ നേരെ ഇനിയിപ്പം സബിൽ പാർക്കിൽ പോവും. അവിടെ നിന്നിട്ട് കാണാൻ പറ്റുമോ എന്ന് നോക്കാം. അവിടെ എത്തുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. 6:30 മണിയായി. അതേപോലെ തന്നെ മെട്രോ ഒക്കെ ക്ലോസ് ചെയ്ത്, റോഡെല്ലാം ക്ലോസ് ചെയ്ത്, ആകെ മൂഞ്ചി തെറ്റിതാ റോഡിൽ നിൽപ്പുണ്ട്. ഞാൻ റോഡിൽ നിൽപ്പുണ്ട് ഇങ്ങനെ ചിരിച്ച്. എന്തൊരു പറയാനിടേ, എന്തൊരു പറയും നിങ്ങൾ പറ. ഓ മൈ ഗാഡ്, എളുപ്പമല്ല കേട്ടോ. നോക്കി കണ്ടൊക്കെ എല്ലാവരും വരിക. ദുബായിൽ എല്ലാത്തിലും പാസ്സൊക്കെ വേണം. എല്ലാം ഓൺലൈനൊക്കെ നോക്കി ബുക്ക് ചെയ്തിട്ടൊക്കെ നെക്സ്റ്റ് ന്യൂ ഇയർ എല്ലാവരും ആഘോഷിക്കാൻ വരിക. നിങ്ങളൊക്കെ നോക്കിയായിരിക്കും വന്നത്, ഞാനായിരിക്കും നോക്കാതെ വന്നത്. അപ്പോൾ അടുത്തതിനെങ്കിലും നമുക്ക് നല്ല രീതിക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ബുർജ് ഖലീഫയോട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ പോവുകയാണ്. എന്തായാലും അടുത്തതിന് നമുക്ക് നോക്കാം. ഇനിയിപ്പം മെട്രോ തപ്പണമല്ലോ ഗുരുവായൂരപ്പ, കിട്ടുമോ എന്തോ. ഞാൻ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ തിരിച്ച് കരാമയ്ക്ക് വന്നു, ADCP മെട്രോയിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ തന്നെ നമ്മുടെ കമ്പനിയിലുള്ള കാസിം ഭായി ഇവിടെ അടുത്തുണ്ട്. പുള്ളിയെ വിളിച്ചായിരുന്നു. പുള്ളി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് പോയിട്ട് എന്താണ് പരിപാടി എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ബുർജ് ഖലീഫയുടെ അത് വെറും ഷോക്കായിപ്പോയി നമ്മളെ അവസ്ഥ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും കാസിം ഭായിയുടെ അടുത്ത് പോകാം. കരാമിൽ ഇനിയിപ്പോൾ ഇവിടെ സബിൽ പാർക്കിൽ ഈ ഫയർ ഷോയെ കൊണ്ട് അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ വഴിക്ക് പിന്നെ ഞാൻ പറഞ്ഞ വഴിക്ക് നോക്കിയപ്പം നമ്മുടെ ഒരു പറഞ്ഞ വഴിക്കൊരു ചേച്ചി ഒരു എന്തുവാ ഉണ്ണിയപ്പം വയ്ക്കുന്നത് 5 രൂപ എന്ന 5 തരം പാവം തന്നെ. അങ്ങനെ ഞാൻ വാങ്ങിച്ചു. ഇത് പാവം തന്നെ. അങ്ങനെ ഞാൻ പിന്നെ വാങ്ങിച്ച് ബാഗിനകത്തുണ്ട് ഒരു കയ്യിൽ പവർ ബാങ്കും ഒരു കയ്യിൽ ഫോണും എല്ലാം കൂടി കാണിക്കാൻ പറ്റും. ഞാൻ പിന്നെ ബാഗ് ഇട്ട് പിന്നെ പുള്ളിക്കാരിയുടെ വീഡിയോ ഒന്നും എടുത്തില്ലേ. പാവം തന്നെ. ഞാൻ ഇങ്ങോട്ട് നിങ്ങളൊരു വർത്തമാനം പറഞ്ഞ് വന്നപ്പോൾ നിങ്ങൾ ആ വോയിസ് കേട്ടാണ്. ആ വീഡിയോയിലുണ്ട്, മുന്നത്തെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം. ചാർജില്ല, ക്യാമറയിലും ചാർജില്ല. ക്യാമറയിൽ ഇനി 28% അതുകൊണ്ട് ഈ പവർ ബാങ്കിൽ നിന്ന് എടുത്ത് ഇതിലോട്ട് കുത്തണം.
ഇല്ലെങ്കിൽ ഫോച്ചോ ക്യാമറ ഓഫായി പോകും. ബാക്കിയുള്ള രാത്രിയിൽ നിങ്ങൾക്ക് ഫയർ വർക്കൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. അതിന് മുന്നേ ക്യാമറ ഓഫാകും. അങ്ങനെ പാവം ഉണ്ണിയപ്പം മഞ്ചി നോക്കാം. നമുക്ക് ഇത് റൂമിൽ പോയിട്ടില്ലെങ്കിൽ പോണ വഴിക്കെങ്കിൽ നോക്കാം. ഞാനും വാങ്ങിച്ചു നോക്കി പാവം. അങ്ങനെ നമ്മൾ എന്തായി ഇങ്ങനെ നടന്നു വന്ന് കാസിംബായിനെ കണ്ടു. കാസിംബായിലാണ് ഇരിക്കുന്നത് കാശ്. കാസിംബായിനും കണ്ട് നമുക്കിനിയിപ്പോൾ രാത്രി ഒരു ഫ്രെയിമിൻ്റെ ഫയർ വർക്ക് കാണും. ബുർജ് ഖലീഫ നമ്മൾ ഫെയിലായി. അപ്പോൾ എന്താ ചെയ്യുക? ഒന്നും ചെയ്യില്ല. നമുക്ക് അടുത്തതിന് അവിടെ സെറ്റാക്കാം. കാസിംബായി ചിരിച്ചിരിക്കുന്നുണ്ടോ കാശ്? വേഗം കിട്ടും. അവിടെ ഇഷ്ടംപോലെ ആളുണ്ട്. പലതും കിട്ടും എനിക്ക്. അവിടെ അതിനകത്ത് ഇരിക്കും 5 രൂപയുള്ളൂ. അതിനകത്ത് എന്തെല്ലാം പരിപാടിയാണ്. പാർക്കിനകത്ത് 5 രൂപയുള്ളൂ എൻ്റെ അടുത്ത്. നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ? വെറൈറ്റി ഒരു സാധനം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചാർക്കോളിൻ്റെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് മെഷീനൊക്കെ ഉണ്ടൊക്കെ ഇല്ല. ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. കൊള്ളാമല്ലേ പരിപാടി? പഴം നിറച്ചതും ചായ ഇതും കുടിച്ചിട്ട് നമുക്ക് അവിടെ പോവാം. അവിടെയെങ്കിലും പാസ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ ഫ്രെയിമിൻ്റെ അവിടെ വന്ന് പിന്നെ ഇനിയിപ്പോൾ ഫ്രെയിമിൻ്റെ അങ്ങോട്ട് പോകണം. ഏതിനെ പോകുമെന്നാണ് ഞാൻ നോക്കണം. നമുക്ക് എന്തായാലും അപ്പുറത്ത് പോയി അവിടെ അകത്ത് കയറാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ബുർജ് ഖലീഫയിൽ പോയി എൻ്റെ ഊപ്പാട് വന്നു. എന്താട് ഫുള്ള് എല്ലാം പാസും പിന്നെ എല്ലാം പേയ്മെൻറ്റ് ചെയ്യണം. അതുപോലെ അതിനകത്ത് കയറണമെങ്കിൽ 2500 റംസ്. അത്രയ്ക്ക് വലിയ റിച്ചൊന്നും ആയില്ല. ഞാൻ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസയും എവിടെ വയ്ക്കുമെന്നും പറയാനാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പിന്നെ നമ്മൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തെ ബ്രിഡ്ജിൽ കയറി പോകണം. നടന്ന് എൻ്റെ അമ്മേ എന്തുമാത്രം നടന്നിട്ടെന്ന് അറിയുമെന്ന്. ആയിരിക്കും ഫ്രെയിം ബുർജ് ഖലീഫ അവിടെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ സബീൽ പാർക്കിൽ 5 ദറംസാണ് ടിക്കറ്റ്. നോൾ കാർഡ് എടുക്കും. ഇപ്പോൾ തിരക്കായി കൊണ്ട് നോൾ കാർഡ് എടുക്കില്ല. പിന്നെ പേയ്മെൻറ്റ് ചെയ്യുന്ന ക്യാഷിൽ ചെയ്യില്ല, കാർഡിലേ ചെയ്യുള്ളൂ. അതാണ് സീൻ. കാർഡില്ലാത്തവർ പെടും. അപ്പം എന്തായാലും ഇതിനകത്ത് കയറി നമ്മൾ ഇതിനകത്ത് എന്താ പരിപാടിയെന്ന് അറിയില്ല. ഓരോ സ്ഥലത്തും കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഇച്ചിരി ഒരു പാർക്ക് അത്രയേ ഉള്ളൂ. എന്തായാലും ഞാൻ നിങ്ങൾക്കിനി ഫയർ വർക്ക് കാണിച്ചു തരാം സുഹൃത്തുക്കളെ. എന്തായാലും ഇവിടുത്തെ പരിപാടികളൊക്കെ ഏകദേശം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂ ഇയർ പരിപാടികളൊക്കെ. നിങ്ങൾക്ക് ഞാൻ ഇനി ഫയർ വർക്ക് 12 മണിക്ക് നടക്കുന്ന ഫയർ വർക്ക് ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പം വെടിക്കെട്ട് കാണാൻ വേണ്ടി ഒരു രക്ഷയില്ലാത്ത മൈ ഗോഡ് ഫുള്ള് ഗൈസ് ഫുൾ. നമുക്ക് ഫ്രെയിമും ബുർജ് ഖലീഫയും കാണാൻ പറ്റുന്ന എവിടെയെങ്കിലും പോയി നിൽക്കാം. ഗൈസ് ഒരു രക്ഷയില്ല തിരക്കൊക്കെ. എൻ്റെ മോനെ ഫുള്ള് തിരക്ക്. നേരത്തെയൊക്കെ വന്ന് അപ്പം മുന്നിലൊക്കെ പോയി നിൽക്കാൻ നോക്കുക നിങ്ങൾ. പിറകിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ അടിയാണ് അവർ. അമ്മാതിരി തിരക്ക്. വെടിക്കെട്ട് കിട്ടുമെന്ന് അറിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ 12% ഉള്ളൂ എൻ്റെ ഫോൺ. അല്ല ഫോണിലല്ലല്ലോ, ക്യാമറയിൽ. അപ്പോൾ എത്രത്തോളം വീഡിയോസ് കിട്ടുമോ അവിടെ വെച്ച് ഇത് ഓഫാകും വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നെഞ്ചിടിയോടെ 11% ഉള്ളു ചാർജ്. ഇവിടെ എത്ര മിനിറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ 11:56. 4 മിനിറ്റല്ലേ വെയിറ്റ് ചെയ്യും. 4 മിനിറ്റിൽ ക്യാമറ ഓഫായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥയാണ്. നിങ്ങൾക്ക് ഞാൻ പറയണതൊന്നും കേൾക്കാൻ പറ്റില്ല.
വെടിക്കെട്ട് കഴിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. പക്ഷെ ഇനി ഇവിടെ നിന്ന് എങ്ങനെ പുറത്തു പോകുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അമ്മാതിരി തിരക്ക്, അതാണ് അറിയാൻ വയ്യാത്ത, ഒരു രക്ഷയില്ലാത്ത തിരക്ക്. ഇനി ഇവിടെ ബുർജ് ഖലീഫയിൽ നിന്ന് പൊട്ടണെന്ന് കാണാൻ പോലും വയ്യ. അങ്ങനെ ഗൈസ്, വെടിക്കെട്ടും ആഘോഷങ്ങളും കൂടിയായിട്ട് നമ്മൾ ഈ ന്യൂ ഇയർ ആഘോഷിച്ച് ബുർജ് ഖലീഫ പ്രതീക്ഷിച്ച് പോയ നമ്മൾ ലാസ്റ്റ് ദുബായ് ഫ്രെയിമിൽ വെച്ച് വെടിക്കെട്ട് കണ്ട് ആഘോഷിച്ച്. അപ്പോൾ അതേപോലെ തന്നെ എന്തായാലും നിങ്ങൾ അടുത്തൊരു വർഷം നല്ലൊരു വർഷമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേപോലെ എനിക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ഒരു കോലായി അതിൻ്റെ ഇടയിൽ എനിക്ക് അമ്മ എന്തൊരു തിരക്കാണ്. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരണമെങ്കിൽ നേരത്തെ പോയിട്ട് ആ സബീൽ പാർക്കിൽ പോയിട്ടൊരു ടോക്കൺ എടുത്തിട്ട് അവിടെ എവിടെയെങ്കിലും ഇരിക്കുന്നതിന് നല്ലത്, അല്ലെങ്കിൽ പെട്ടുപോകും. മനസ്സിലായോ? അപ്പോൾ സൂക്ഷിക്കുക. ഫാമിലി ആയിട്ട് പറഞ്ഞവർക്ക് റിസ്ക്കാണ്, ആൾക്കാരൊന്നും നോക്കില്ല, ഇടിച്ചെടുത്ത് മറിച്ചിട്ട്. അപ്പോൾ സൂക്ഷിച്ച് വരിക. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ അമ്മോ എന്തൊരാള് നോക്കി, ഭയങ്കര ആള്, ഒരു രക്ഷയില്ലാത്ത ആളോടാള്. അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മളങ്ങനെ ബുർജ് ഖലീഫ പ്രതീക്ഷിച്ച് പോയ നമ്മളതിന് ഈ നമുക്ക് കിട്ടിയത് ഇതാണ്, ഫ്രെയിമാണ്. എങ്കിലും അടിപൊളിയായിരുന്നു. എല്ലാത്തിനും ഓരോന്ന് വെച്ചിട്ടുണ്ടല്ലോ സുഹൃത്തുക്കളെ. അപ്പോൾ അതേപോലെ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം, ബെല്ലൈക്കണും കൂടി അമർത്തി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.